ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആക്ച്വലി ദേവദാസൻ ഇന്നലെ എന്നോട് പറഞ്ഞത് എക്സോട്ടേഷൻ ഒരു 20 മിനിറ്റ് എടുത്തോളാനാണ് എഴുതിയിരുന്നത്. സ്തോത്രം. പക്ഷേ സങ്കീർത്തനമാണെന്ന് ഞാൻ സ്തോത്രം ഓർത്തില്ല, അല്ലെങ്കിൽ അത് ചിന്തിച്ചില്ല. പക്ഷേ എങ്കിലും ദൈവം നമ്മളെ നടത്തുന്ന ദൈവമാണ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. 43-ാം സങ്കീർത്തനം, അത് ബാക്കി പ്രതിഗാനമായിട്ട് നമുക്ക് വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. 43 അതിൻ്റെ സ്തോത്രം നമുക്ക് ഒരുമിച്ച് വായിക്കാം. 5 വാക്യങ്ങളല്ലേ ഉള്ളൂ, ഒരുമിച്ച് വായിക്കാം. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ച് തരണമേ. ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നിൻ്റെ ദൈവമല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? ശത്രുവിൻ്റെ ഉദരവും ഹേതുമായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വരുന്നതും എന്ത്? നിൻ്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക്, തിരുനിവാസത്തെങ്കിലേക്ക് അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തിൻ്റെ പീഠത്തെങ്കിലേക്കും അവൻ്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്കും ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ നിരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അതിൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. നമുക്ക് അവനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ കർത്താവേ, ദൈവം ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപാ സാന്നിധ്യം കൂടെയിരിക്കണം. പ്രത്യാൽ കർത്താവ് സങ്കീർത്തനം വായിപ്പാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. കർത്താവ് ഇതിൽ നിന്ന് സ്വയമായി പറയാൻ ഞാൻ മിടുക്കോ കഴിവോ ഉള്ളവനല്ല, എങ്കിലും എൻ്റെ കർത്താവ് എന്നെ നിർത്തണം. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ അതിനെ കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾക്ക് അജുബിൻ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇരിക്കാം. മിസ്റ്റേക്ക് എൻ്റെയാണ്, ദൈവദാസൻ്റെ അല്ല. ദൈവദാസനാണ് സാംസൺ ഇട്ടിട്ടുണ്ടായിരുന്നു, PS എന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലീസ് എന്നായിരിക്കും. അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാനത് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബൈബിൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് നോക്കി. സ്തോത്രം. എങ്കിലും കർത്താവ് നമ്മളെ ഇത്രത്തോളം നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി സ്തോത്രം. സാധാരണ ദൈവദാസന് വിളിച്ച് മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് ഞാൻ കണ്ടില്ലെങ്കിൽ എന്നെ വിളിച്ച് പറയുന്നതാണ്. പക്ഷേങ്കിൽ അങ്ങനൊരു തെറ്റ് പറ്റിപ്പോയി. സ്തോത്രം. എങ്കിലും തക്ക സമയത്ത് നിർത്തുന്നൊരു ദൈവമാണ്. ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്തോത്രം. എല്ലാവരും അറിയുന്നത് പോലെ കഴിഞ്ഞ മെയ് മാസം 7-ാം തീയതി ഇവിടെ നിന്ന് യാത്ര തിരിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ വീട്ടിൽ വന്നിരുന്നപ്പോഴാണ് ഞാനതിങ്ങനെ ശ്രദ്ധിക്കാനിടയായിത്തീരുന്നത്. ഞാൻ അവസാനത്തെ ഒരു മീറ്റിംഗ് പങ്കെടുക്കുന്നത് അച്ഛൻ്റെ വീട്ടിൽ വെച്ചാണ്. 6-ാം തീയതി മെയ് മാസം, അമ്മച്ചിയുടെ വേർപാടുടെ ദുഃഖത്തിൽ. തിരിച്ചു വന്നതിൻ്റെ അന്ന് തന്നെ ഒരു സ്തോത്രം. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ദൈവദാസൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ ചിന്തിക്കാനിടയായിത്തീർന്നു. ഞങ്ങൾ 2 വീട്ടുകാരും ഇപ്പോൾ ഒരു തുല്യ ദുഃഖിതരാ. സ്തോത്രം. വീട്ടിലെ ഒരു അംഗം കുറഞ്ഞതിൻ്റെ ഈ വർഷത്തെ ഒരു വലിയ ദുഃഖത്തിലൂടെ കടന്നുപോയെങ്കിലും കർത്താവ് എന്നെ നിർത്തുവാനിടയായിത്തീർന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ അത് ഞാൻ അന്ന് സ്തോത്രം എൻ്റെ പിതാവിൻ്റെ ശവസംഹാര ശുശ്രൂഷ ഞാൻ പറയാനിടയായിത്തീർന്നു. എൻ്റെ പിതാവിൻ്റെ മരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരാൾ വേർപെടുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയത്തില്ലായിരുന്നു. കാരണം അപ്രകാരം ഒരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു. കാരണം അത്രയ്ക്ക് സ്നേഹവും വാത്സല്യവും അതിനപ്പുറത്ത് പ്രാർത്ഥനയുള്ള ഒരു മാതാപിതാക്കന്മാരായിരുന്നു. അപ്പന് വയ്യെന്നറിയുമ്പോൾ എനിക്ക് വല്ലാണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്കോ അപ്പനോ വയ്യെന്നറിയുമ്പോൾ എനിക്ക് വല്ലാണ്ടൊരു ഭാരവും വല്ലാത്തൊരു പ്രയാസമൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരും. ദേവദാസൻ പറയുന്ന പോലെ ഞങ്ങളൊക്കെ പലപ്പോഴും എളുപ്പം ഇമോഷണലാകുന്നവരാണ്. കാരണം ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ. സ്തോത്രം. അപ്രകാരം ഒരു ദിവസം സങ്കീർത്തന പ്രബോധനം ഇവിടുന്ന് ദൈവദാസൻ സങ്കീർത്തനം പ്രബോധിപ്പിക്കുമ്പോൾ അപ്പന് സുഖമില്ല. ദൈവദാസൻ പോകുന്നത് ഒരു ട്രാക്കിലൂടെയാണ്. എളുപ്പം ടേൺ ചെയ്തിട്ട് ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൽ യാക്കോബ് യോസഫിനോട് പറയുന്നൊരു വാക്കുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ മുഖം കാണുമെന്നോ ഞാൻ ചിന്തിച്ചതല്ല. പക്ഷേ യാക്കോബ് പറയുകയാണ്, ഞാൻ നിന്നെ മാത്രമല്ല കേട്ടോ, നിൻ്റെ 2 തലമുറയും കാണുവാനും എനിക്ക് അവസരം ചെയ്തു. അത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അന്നേരം ആശ്വാസം കൊണ്ടെങ്കിലും പിന്നീട് ഈ വചനം അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങോട്ട് ഉറപ്പിക്കുക, ബലപ്പെടുത്തുക. അതിനൊരു കാരണമുണ്ട്. എൻ്റെ പെങ്ങൾ ജനിച്ചു കഴിഞ്ഞ്, എൻ്റെ അപ്പൻ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് പെങ്ങളുണ്ടാകുന്നത്. പെങ്ങളുണ്ടായി കഴിഞ്ഞ് അപ്പനൊരു വയറുവേദന വന്നു.
അദ്ദേഹം പന്തളം മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊരു മരുന്ന് ചെയ്തു നോക്കാം, സാധ്യതയില്ല. അപ്പോൾ അന്ന് ദൈവവും ഇല്ല, ദേവനുമില്ല, മലദൈവങ്ങളെ അല്ലെങ്കിൽ വിഗ്രഹാരാധനയായിട്ട് നടക്കുന്ന കാലഘട്ടമാണ്, ഹൈന്ദവ മാർഗത്തിൽ നിൽക്കുന്ന കാലഘട്ടമാണ്. സ്തോത്രം. പക്ഷേങ്കിൽ ആ ദൈവം അന്ന് രാത്രിയിൽ എൻ്റെ അപ്പൻ്റെ സഹോദരി അവർ അന്ന് വിശ്വാസത്തിലേക്ക് പോയി. ശരിക്കും പറഞ്ഞൊരു തീയാണ് പുള്ളിക്കാരി വന്ന് പറഞ്ഞു, എടാ കൊച്ചേ, നീ ഇതൊക്കെ ഒന്ന് നീ കളഞ്ഞിട്ട് നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നീ ഒന്ന് വിളിക്ക്, ഈ രാത്രി നീ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൻ അന്ന് രാത്രി സമർപ്പിച്ചു. അപ്പോൾ അപ്പൻ്റെ മനസ്സിനകത്തൊരു വേദന, കുഞ്ഞ് അനാഥമാകുമല്ലോ, എൻ്റെ മൂത്ത പെങ്ങൾ അനാഥമാകുമല്ലോ എന്നുള്ള വേദനയാണ്. കാരണം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അത് ആ മരിക്കുന്ന സമയം വരെയും അപ്പൻ അങ്ങനെ ആയിരുന്നു. ആ നിമിഷം പുള്ളി സബ്മിറ്റ് ചെയ്തു, അടിയറവ് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, എന്തു വന്നാലും നീ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്ന് പറഞ്ഞു, നമുക്ക് വയറൊന്ന് കഴുകി നോക്കാമെന്ന് പറഞ്ഞു. കഴുകിയപ്പോൾ ഈ കരിയോയിൽ വയറ്റിൽ നിന്ന് പോകുന്നത് പോലെ എന്തോ ഒരു സാധനം കഴുകി അന്ന് സിറിഞ്ച് വെച്ച് കുത്തിയെടുത്തു. സ്തോത്രം. അവിടെ നിന്ന് അപ്പൻ സൗഖ്യം പ്രാപിച്ചു, വിടുതൽ പ്രാപിച്ചു. 2ാം ക്ലാസ് മാത്രം പോയൊരു മനുഷ്യനാണ്. പക്ഷെ ദൈവമെന്ന് പറഞ്ഞ ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു. അവിടെയാണ് ആ വചനം എന്നെ ഉറപ്പിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എൻ്റെ പെങ്ങളുണ്ടായിക്കഴിഞ്ഞ് എൻ്റെ മുഖം കാണുമെന്ന് വിചാരിച്ചതല്ല, അതിനുമുമ്പ് പുള്ളി പോകുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ യാക്കോബ് പറഞ്ഞതുപോലെ സ്തോത്രം, നിന്നെ മാത്രമല്ല കേട്ടോ, നിൻ്റെ തലമുറയും കാണാൻ ദൈവം അവസരം കൊടുത്തു. എന്നെ ഇത് ഉറപ്പിച്ച്. സ്തോത്രം. പിന്നീട് എൻ്റെ മരണം, അപ്പൻ്റെ മരണം എനിക്കൊരു വിഷയമല്ലായിരുന്നു. കാരണം നിത്യതയിൽ കാണുമെന്നുള്ള പ്രത്യാശയായിരുന്നു. സ്തോത്രം. ദുഃഖമുണ്ട്, പക്ഷേ സ്തോത്രം, ഇന്നെന്നെ ഉറപ്പിച്ച് നിർത്തിയേക്ക് നീ ഒരൊറ്റ വചനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞ് പ്രവർത്തിച്ച് തീരാതെ അവൻ നമ്മളെ തൊടത്തില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവദാസനോട് ഞാൻ ഈ വചനം പറയുവാനിടയായി തീർന്നു. ദൈവദാസനെ അന്ന് ഈ വചനം ഞാൻ അവിടെ തന്നെയാണ്. സ്തോത്രം. എനിക്ക് തോന്നുന്നു നിതീഷ് ബ്രദർ ഇരിക്കുന്നതിന് ഇപ്പുറത്തായിരുന്നു അന്ന് ഞാൻ ഇരുന്നത്. സ്തോത്രം. വളരെ പ്രയാസത്തോടെയാണ്, പക്ഷേ ഈ വചനം എന്നെ അങ്ങോട്ട് കത്തിച്ച് എന്നെ ഉറപ്പിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവർ, നമ്മുടെ ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തനത്തിനോട് നീതി പുലർത്തണമല്ലോ. ഞാൻ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. പിന്നീട് തുടർന്നുള്ള സമയങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ ഒരു വലിയൊരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് ഞാനൊന്ന് സ്തോത്രം മുൻപോട്ട് കടന്നു പോകട്ടെ. അപ്പൻ ഏകദേശം മരിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുൻപ് സ്തോത്രം അമ്മയ്ക്കൊരു പനി വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് അമ്മ കുളിച്ചു. അമ്മയ്ക്ക് ചെവി ഓൾറെഡി കേൾക്കത്തില്ലായിരുന്നു. അമ്മയുടെ ചെവി കേൾവിക്ക് നഷ്ടപ്പെട്ടു പൂർണ്ണമായിട്ട്. അതിനും പോലെ ചെറിയ തോതിൽ കേൾക്കാം, പക്ഷെ പൂർണ്ണമായിട്ട് കേൾവി നഷ്ടപ്പെട്ടു. അപ്പൻ്റെ ഫോൺ സർവീസ് ഒന്നും അമ്മ കേട്ടില്ല. എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒരു മനുഷ്യരോട് ചോദിക്കത്തില്ല, അല്ലെ അത്രയ്ക്ക് പേഴ്സണൽ അടുപ്പമുള്ളവരോട് ചെറിയ സഹായങ്ങൾ ചോദിക്കും. പേഴ്സണൽ അടുപ്പമുള്ള, അല്ലെങ്കിൽ എനിക്ക് ഈ പറ്റാത്ത കാര്യം ഞാൻ കർത്താവിൻ്റെ സന്നിധി കൊണ്ടുവരും. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവ് സ്തോത്രം, ഒരു 10-25,000 രൂപയെങ്കിലും ആവും ഒരു ഇയർ സിസ്റ്റം വെക്കണമെന്നുണ്ടെങ്കിൽ. സ്തോത്രം. കഴിഞ്ഞ ഞങ്ങൾ 7 ദിവസം ഇങ്ങോട്ട് പോരുന്നതിൻ്റെ ചില ദിവസങ്ങൾക്ക് മുൻപ് 7 ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, അത് ശക്തമായിട്ട് ആ വിഷയം പ്രാർത്ഥിച്ചു. ഞാൻ എഴുന്നേറ്റ് ഇന്ന് പ്രസംഗിക്കുന്ന ഒന്നും അമ്മയ്ക്ക് കേൾക്കുന്നില്ല. സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുമ്പ് അമ്മ സഹായിച്ച രൂപയുണ്ട്. അമ്മ സഹായിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ അമ്മച്ചിക്ക് ആക്സിഡൻ്റ് ആയി കിട്ടപ്പോൾ അമ്മയാണ് പോയി നിന്ന് സഹായിച്ചത്. വിവാഹത്തിനൊക്കെ മുൻപ് അവിടുത്തെ അച്ചായൻ ഇപ്പോൾ പുള്ളിക്കാരൻ അമേരിക്കയിലാണ്. സ്തോത്രം. വേണമെങ്കിൽ ചോദിച്ചാൽ തരും, പക്ഷെ ഞാൻ ചോദിച്ചില്ല. കാരണം കർത്താവ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, അല്ലേ? സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരരുത്. പക്ഷെ ഞാനത് ചോദിച്ചില്ല. എൻ്റെ അളിയനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, സൗപാസ്റ്ററെ പിന്നെ ശാന്തമാമയ്ക്ക് ചെവിക്കുള്ള ഹിയർ സിസ്റ്റം ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. സ്തോത്രം. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നത് അമ്മ നന്നായിട്ട് കേൾക്കുവാൻ ഇപ്പോൾ വളരെ സ്തോത്രം കേൾവിക്കൊക്കെ വളരെ വ്യത്യാസം വന്നു. ഞാൻ പറഞ്ഞതൊരു ദൈവത്തിൻ്റെ സന്നിധി വലിയൊരു സാക്ഷ്യമാണ്. കാരണം സ്തോത്രം 23 വയസ്സ് പോലും അല്ലെങ്കിൽ 25 രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്താണ് സ്തോത്രം അത്രത്തോളം ദൈവം മാനിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. അമ്മ സൗഖ്യത്തോടെ ആയിരിക്കുന്നത്. അതിനപ്പുറത്ത് വലിയൊരു
സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മയ്ക്ക് ഇവിടെ ചെറുതായിട്ടൊരു ഇടിപ്പുണ്ടായിരുന്നു. സ്തോത്രം. ഇങ്ങോട്ട് പോരുന്ന സമയത്ത് BP ഭയങ്കരമായിട്ട് ഹൈ ആവുക. വീട്ടിൽ വെച്ച് കുഴപ്പമില്ല, വീട്ടിൽ വെച്ച് പോകുമ്പോൾ കുഴപ്പമില്ല. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഇടുപ്പ് പോലെ. അമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട് 201 115 BP കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേ. അത് അവിടെ നിന്ന് കുറഞ്ഞ് 189. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയി ചെക്ക് ചെയ്തപ്പോൾ അത് 170-95. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പണി വേറെയാണ്. സ്തോത്രം. ഞാൻ അമ്മയെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കാതിരിക്കുന്ന സമയത്ത് ആ കസാലിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ഡൽഹിക്ക് പോകേണ്ട മറ്റ് ചില ആവശ്യങ്ങളുണ്ട്. കാരണം കുഞ്ഞിൻ്റെ അഡ്മിഷനുണ്ട്, കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഒക്കെയുണ്ട്. ഞാൻ കർത്താവിൻ്റെ സന്നിധി തരിക എന്ന് പറഞ്ഞു. സ്തോത്രം. അമ്മ അന്ന് അടുത്ത ദിവസം രാത്രി അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ അസുഖം എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുവാൻ ഇടയാക്കരുത്. സ്തോത്രം. ഞാൻ പോരുമ്പോൾ വളരെ സൗഖ്യത്തോടെ, സ്തോത്രം, വളരെ പ്രത്യാശയോടെ ആയിരിക്കും. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവഹിതമായാൽ ഫെബ്രുവരിയിൽ അമ്മയെ ഡൽഹിയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കാം. സ്തോത്രം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലേക്ക് ഒന്നുകൂടെ കടന്നു വരാം. സ്തോത്രം. 43 സങ്കീർത്തനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലങ്ങളൊന്നും തൽക്കാലം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്തോത്രം. അവിടെ കാണുന്നുണ്ട്, ദൈവമേ എനിക്ക് ന്യായം പാലിച്ച് തരണമേ, ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. സ്തോത്രം. ആ രണ്ടാമത്തെ വചനമാണ് ഞാൻ എടുക്കുന്നത്. ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഒരു പക്ഷെങ്കിൽ ഭക്തി ഉള്ളവരെന്ന് നടിക്കുന്നവരുണ്ട്. അവരുടെ ഇടയിലാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആരാ? ഈ ഭക്തി കെട്ടവരോട്, ജാതികളായിരിക്കുന്നവരോട് എൻ്റെ വ്യവഹാരം ഒന്ന് നടത്തണമേ. സ്തോത്രം. നമുക്കൊരു വാക്യം എടുക്കാം. യോശുവയുടെ പുസ്തകം അതിൻ്റെ സ്തോത്രം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 14-15 വാക്യം. സ്തോത്രം. ആ ആ ആ ആ ആ മതി. സ്തോത്രം. ഈ ഒരു 3-ാം അധ്യായം എന്ന് പറയുന്നത്, സ്തോത്രം, യോശുവയോട് ദൈവം അരുളപ്പാട് കൊടുക്കുകയാണ്. പെട്ടകം ചുമക്കുന്ന, സ്തോത്രം, പുരോഹിതന്മാർ, പെട്ടകം 12 പുരോഹിതന്മാരെ, അല്ലെങ്കിൽ 12 ഗോത്രത്തിൽ നിന്ന് 12 സ്തോത്രം പുരോഹിതന്മാരെ എടുത്തിട്ട് ഈ പെട്ടകം, പ്രത്യേകം ശ്രദ്ധിച്ചോണം, 12 പുരോഹിതന്മാരല്ല. ശ്രദ്ധിച്ചോണം, പുരോഹിതന്മാർ ലേവ്യ കുടുംബത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് 12 പുരോഹിതനെന്ന. ഭക്തികെട്ട ജാതികളോട് എൻ്റെ വ്യവഹാരം നടത്താൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആ വചനം വിടരുത്, ഇത് ശ്രദ്ധിച്ചോണം. അപ്പം 12 പേര് പുരോഹിതന്മാരല്ല. പുരോഹിതന്മാർ ഒറിജിനൽ വരുന്നത് ലേവ്യ കുടുംബത്തിൽ നിന്നാണ്. പക്ഷെ പെട്ടകം കയറി കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരായി. സ്തോത്രം. പെട്ടകം കയറിയാൽ നീ പുരോഹിതനാണ്. സ്തോത്രം. ശ്രദ്ധിച്ചോണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പുസ്തകം എടുത്തതുണ്ടല്ലോ മറ്റൊരാളെ കാണിക്കാനല്ല, നമ്മുടെ മേലൊരു അഭിഷേകം വീണതാ. സ്തോത്രം. ഒരു പുരോഹിത വർഗമാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോ, അതൊന്ന് ശ്രദ്ധിച്ചേ. അവിടെ യാക്കോബിൻ്റെ 12 മക്കളാണ്. ഈ 12 മക്കളിൽ 12 ഗോത്രങ്ങളായിരുന്നു. അതിലെ ഒരു ഗോത്രമായിരുന്നു ലേവി ഗോത്രത്തിൽ. ഇനി ലേവി ഗോത്രത്തിൽ എല്ലാവരും പുരോഹിതനല്ല, അഹരോൻ്റെ കുടുംബം മാത്രമാണ് പുരോഹിതൻ. ബാക്കി പുരോഹിതന് സപ്പോർട്ടിങ്ങിലായിട്ട് നിൽക്കുന്നവരാ. പക്ഷേ പെട്ടകം എടുക്കുന്ന, അങ്ങനെയല്ലേ സാജൻ ബ്രദറെ വായിച്ചത്? എങ്ങനെയൊന്ന് വായിച്ചേ. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതൻ്റെ വന്നു. ഇത് ഈ 13, 14 വാക്യങ്ങൾ, സ്തോത്രം, പ്രവചനമാണ്. എന്താണെന്നറിയാവോ? അതിൻ്റെ സ്തോത്രം 7-8 വാക്യങ്ങൾ ദൈവം യോശുവയോട് പറയുന്നു. യോശുവയോട് പറയുന്ന അതേ വാക്ക് ജനങ്ങളോട് പറയുമ്പോൾ, അതായത് ഇപ്പം ഞാനിവിടെ നിന്ന് കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കറിയത്തില്ല, ഞാനത് പറയുന്നത്, ഞാനത് പ്രവചിക്കുക. അതേ രീതി തന്നെ ഒരു പ്രവചന ശബ്ദത്തോടാണ് യോശുവ പറയുന്നത്. സ്തോത്രം. ജനത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിൻ്റെ സ്തോത്രം 14 തൊട്ടൊന്ന് വായിച്ചാട്ടെ. 13 ഒന്ന് വായിച്ച 13. സർവ
ആ ആ ആ ആ നിൽക്കും. ഈ 13-ാമത്തെ വാക്യം പ്രവചനം. സോറി, ഞാൻ പറഞ്ഞ 14. 13-ാമത്തെ വാക്യം പ്രവചനമാണ്. 8-ാമത്തെ വാക്യം ദൈവം യോശുവയോട് പറയുന്നു. 13-ാമത്തെ വാക്യം വരുമ്പോൾ യോശുവ ഒന്നും വിടാതെ, ഒരു കാര്യവും വിടാതെ ഇസ്രായേൽ മക്കളോട് പറയുക, ഒരു പ്രവചനാത്മാവിൽ. സ്തോത്രം. അതിൻ്റെ 14-15 വാക്യങ്ങളാണ് ഈ ജനം അപ്പാടെ അനുസരിക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പുരോഹിത, അവിടെ അതിൻ്റെ മുൻപ് എഴുതിയിട്ടുണ്ട്, സ്തോത്രം, 3 ദിവസം, അതായത് ഈ യോർദാൻ്റെ തീരത്ത് ഇസ്രായേൽ ജനം വന്ന 600,000, ഏകദേശം പുരുഷന്മാർ കൂടാതെ ഏകദേശം 15 ലക്ഷം ആൾക്കാർ, സ്തോത്രം, 3 ദിവസം അവിടെ തമ്പടിച്ചു. ഈ പുരോഹിതന്മാർ തന്നെ എത്ര പ്രാവശ്യം ആ പുഴയ്ക്കകത്ത് ഇറങ്ങിക്കാണും? ഒന്ന് ശ്രദ്ധിച്ചേ, അല്ലേ? പല്ല് തേക്കാൻ ഇറങ്ങിക്കാണും, കുളിക്കാൻ ഇറങ്ങിക്കാണും, കന്നുകാലിക്ക് വെള്ളം കൊടുക്കാൻ ഇറങ്ങിക്കാണും, അവരുടെ തുണികൾ കഴുകാൻ ഇറങ്ങിക്കാണും. ഈ പുഴ എന്താ, അല്ലെങ്കിൽ ഈ നദി എന്താ വേർപിരിയാതിരുന്നത്? എന്താ വേർപിരിയാതിരുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എടാ, അവരന്നേരമാണ് ആ പുഴയ്ക്കകത്ത് ഇറങ്ങിയത്. 600,000 എവിടുന്ന് വെള്ളം കൊടുക്കും? ആ പുഴയുടെ സരിവ് അല്ലെങ്കിൽ യോർദാൻ്റെ സൈഡിൽ കൊണ്ടുവന്നിട്ടിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ, ഹല്ലേലൂയ, അവർക്ക് അഭിഷേകമുള്ളവരല്ലേ? ഇസ്രായേൽ ജനം എല്ലാവരും അഭിഷേകമുള്ളവരല്ലേ? എല്ലാവരും അവർ വീണ്ടെടുത്തതല്ലേ? പക്ഷെ ആ ഒരു തുള്ളി വെള്ളം ഒന്ന് പോയോ? ഒന്ന് മാറിയോ? പക്ഷെ പെട്ടകം കയറിക്കഴിഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, നിന്റെ മേലിൽ ഒരു പെട്ടകമുണ്ടെങ്കിൽ നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കാനല്ല, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പെട്ടകം ചുമക്കുന്ന പുരോഹിതൻ. പെട്ടകം, അല്ലേ? പെട്ടകം വിടല്ലേ, ദൈവത്തിന്റെ വചനം വിടല്ലേ, സ്തോത്രം, വചനം കളയല്ലേ. പെട്ടകം ചുമക്കുന്നവൻ അവിടെ പ്രത്യേകം എഴുതിയേക്കുക, ആ പുരോഹിതൻ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു 600,000 അല്ലെങ്കിൽ 15 ലക്ഷത്തോളം ആള് പോകുന്നിടം വരെ പെട്ടകമുള്ളവൻ. സ്തോത്രം. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഈ പെട്ടകം കൊണ്ടുവച്ചിട്ട് തിരിച്ച് ഈ പുരോഹിതന്മാർ ഇപ്പുറത്ത് വന്നിട്ട് ഇറങ്ങിയില്ലേ? കാലും കൈയും കഴുകാൻ ഇറങ്ങിയില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അല്ലേ ചില്ലറക്കാരനല്ല. ഇവിടെ നിന്ന് ഇവർ കയറി, സ്തോത്രം, ഹല്ലേലൂയ, ജാതികളുടെ മുൻപിൽ അവിടെ എഴുതിയിരിക്കുന്ന അതിൻ്റെ, സ്തോത്രം, തുടർന്നുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. സ്തോത്രം, അതിൻ്റെ 1-2 അധ്യായങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആ രാഹാബിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ രാഹാബ് എന്ന സ്ത്രീ പറയുന്നൊരു പ്രത്യേക പദമുണ്ട്. അവർ പറയുകയാണ്, നിങ്ങൾ മുഖാന്തരം ഞങ്ങളുടെ ഹൃദയം ഉരുകിയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. പിശാചിനറിയാം, നീ പ്രാർത്ഥിക്കാനിരുന്നാലുണ്ടല്ലോ, നീ മുഴങ്കാലിരുന്നായിരുന്നുണ്ടല്ലോ, അവൻ്റെ ഹൃദയം ഉരുകിയിരിക്കുക. ഇന്ന് പകൽക്കാലം, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്ഥലം ഏൽപ്പിച്ചു കൊടുക്കുക. പിശാചിന് നിങ്ങളെ അറിയാവുന്നേ, സ്തോത്രം, ഹല്ലേലൂയ. നീ രാത്രിയിൽ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, പിശാചിന് അറിയാം, അവൻ ഉരുകിയിരിക്കുക. സ്തോത്രം. അതിനെ മുൻപോട്ടുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. പിശാച് പറയുന്ന വാക്യം ഇങ്ങനെയാ, നിങ്ങൾ മുഖാന്തരമുണ്ടല്ലോ ഞങ്ങളുടെ ഹൃദയം ഉരുകിയിരിക്കുക. കഴിഞ്ഞ 7 ദിവസക്കാലം ഉപവാസം ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാ വചനമാ എന്നെ ബലപ്പെടുത്തിയതാ. സ്തോത്രം, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് തുടർന്ന് അവരങ്ങോട്ട് ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആ അതേ ജാതിയുടെ, സ്തോത്രം, യെരിഹോ മതില് പിടിച്ചടക്കുക ഇവര്. സ്തോത്രം, ഹല്ലേലൂയ. ഭക്തികെട്ട ജാതികളുടെ ഇടയിൽ ദൈവം, ഹല്ലേലൂയ, വഴി നടത്തുന്ന ദൈവമാ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന ആരുടെ മുൻപിലാണെന്നറിയോ? ഭക്തിയോടൊരു ദൈവത്തിന്റെ മുൻപിലായിരിക്കണം. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. സ്തോത്രം, ദൈവത്തിന് നമ്മളെ വിഷയമല്ല. സ്തോത്രം, നമ്മുടെ കുടുംബമോ നമ്മുടെ കുലമോ ഒന്നും വിഷയമല്ല. ഇനി ഒരു കാര്യം പറയാം. സ്തോത്രം, ചരിത്ര പഠിതാക്കൾ പറയുന്നത് ഈ മതിൽ ഒരിക്കലും സൈഡിലോട്ട് ഇടിയാൻ സാധ്യത കുറവാണ്. ഇത് താഴോട്ട് ഇരുന്ന് പോകാനാ സാധ്യത. പക്ഷേ ഭക്തിയുള്ള ഒരു വീട് അവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം, ഓ യേശുവിൻ്റെ രക്തത്താൽ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഭക്തിയുള്ള ആ ഇസ്രായേൽ ജനം ചോദിക്കുക, അതറിയാം ആ വീട്, ബാക്കി മൊത്തം ഇടിഞ്ഞു. ഭക്തികെട്ട ജാതികൾ മൊത്തം നശിച്ചു. പക്ഷെ ഒരു വീട് മാത്രം, ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ, ഞാൻ ഇതിൻ്റെ ചരിത്രം പശ്ചാത്തലം ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു വീട് മാത്രം
ഈ രാഹാബിൻ്റെ വീട് ഈ മതിലേലായിരുന്നു അല്ലേ? പക്ഷെ ആ ഒരു വീട് മാത്രം ഭക്തികെട്ട ജാതിയുടെ മുൻപിൽ ഭക്തിയുള്ള ഒരുത്തൻ നിൽക്കുന്നത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ കുടുംബമഹിമയോ നമ്മുടെ കുലമഹിമയോ ഒന്നും ഒരു വിഷയമല്ല ദൈവത്തിന് വിഷയം നമ്മുടെ ഹൃദയമാ, നമ്മളാ വിഷയം. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ, സ്തോത്രം, ഇവർ ഈ പുഴ അല്ലെങ്കിൽ ഈ സ്തോത്രം യോർദാൻ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, അവിടെ പിന്നീട് കാണുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നീട് ചരിത്രമാണ് കാണുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ബോവസിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗമായിട്ട് മാറുക. സ്തോത്രം, ഹല്ലേലൂയ. ബോവസിൻ്റെ വല്യമ്മച്ചിയായിട്ട് മാറുക. അവിടെ നിന്ന് പുതിയ നിയമത്തിലേക്ക് അവിടെ എഴുതി ചേർക്കുക. അതിനൊരു കാരണമുണ്ട്. ഒരു ഭക്തികെട്ട ജാതികളിടയിൽ നിന്ന് ഒരു ഭക്തിയോടെ ഇറങ്ങിയത് കൊണ്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ കുഞ്ഞോളാൻ്റിയുടെയൊക്കെ ആ വീടിൻ്റെ സ്തോത്രം അവിടെ ഞാൻ പോയി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. സ്തോത്രം, വളരെ സന്തോഷിക്കുവാനിടയായി തീർന്നു. കാരണം എന്നാണെന്നറിയാവോ? സ്തോത്രം, ഹല്ലേലൂയ. ഒരു പക്ഷേങ്കിൽ സ്തോത്രം, ഇവരൊക്കെ ഈ മാലയും കമ്മലും ഒക്കെ പറിച്ചിറങ്ങിയപ്പോൾ ഒരുപാട് കുറ്റം പറഞ്ഞവരായിരിക്കും അല്ലേ? ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പക്ഷേ ഞാനത് പോയി കണ്ടു. അവിടെ പോയി പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം ദൈവം തന്നു. സ്തോത്രം. നമ്മളൊന്ന് ഭക്തിയോടെ നിന്ന് നോക്കിയേ. സ്തോത്രം. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഒന്ന് നിൽക്കാന്നുണ്ടെങ്കിൽ നമ്മളെക്കാളിൽ പ്രതീക്ഷയോടെ നടത്തേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. സ്തോത്രം. ഞാൻ യോശുവയുടെ ജീവിതത്തിലോട്ട് ഒന്നും പോകുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആ വാക്യത്തിൽ തന്നെ നിന്നുകൊണ്ട് പറയുക, ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണം. ആര് നടത്തണം? അങ്ങ് നടത്തണം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ ഇസ്രായേൽ ജനം അവിടെ നിന്ന് കയറി വരുമ്പോൾ എല്ലാം ഇടിഞ്ഞിട്ടും ഭക്തികെട്ടവരുടെ ഇടയിൽ ഒരു ഭക്തയായ ഒരു കുടുംബം നിൽക്കുക. അവിടെ സ്വഭാവം ഒന്ന് നോക്കിക്കേ. സ്തോത്രം. സ്തോത്രം, ആ ദേശത്ത് അവളെ ആർക്കും ഇഷ്ടമല്ല ഒരു പക്ഷെങ്കിൽ. സ്തോത്രം. പക്ഷെങ്കിൽ ദൈവത്തിന് അവളെ ഇഷ്ടമായിരുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം, ഹല്ലേലൂയ. കുരിശ് ചുമക്കുവാൻ അല്ലെങ്കിൽ പെട്ടകം ചുമക്കുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് സത്യസന്ധമായി മാന്യമായിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ചുമന്നാൽ ദൈവം നമ്മളെ കൈവിടത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. അടുത്ത കാണുന്ന വഞ്ചനയും അനീതിയും ഉള്ള മനുഷ്യങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ആരെ? എന്നെ വിടുവിക്കണമേ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. ഭക്തികെട്ട ജാതികളോട് എൻ്റെ വ്യവഹാരം നടത്തണം. ഒരു കാര്യമുണ്ട്, ഭക്തി കെട്ടവർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരായിരിക്കണം? ഭക്തിയുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് സമയം തന്ന പ്രിയ ദൈവദാസനോടും നന്ദി അറിയിക്കുന്നു. അതേപോലെ ഒരു കാര്യം കൂടെ വിട്ടുപോകാൻ ഞാൻ സ്തോത്രം, കാരണം ദൈവദാസൻ എളുപ്പം വിളിച്ചപ്പോൾ എൻ്റെ സ്തോത്രം അല്പം ഒരു മനസ്സിനകത്തൊരു ടെൻഷൻ കയറി. അതുകൊണ്ടാണ് പറയാൻ കടന്നു വിട്ടുപോയത്. സ്തോത്രം. വളരെ പ്രാർത്ഥനയിലും സ്തോത്രം സഭ എന്നെ വളരെ കൈത്താങ്ങൽ ചെയ്യുവാനിടയായിരുന്നു. അപ്പോൾ തന്നെ സ്തോത്രം സാമ്പത്തികമായിട്ടും സഭ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനിടയായിത്തീർന്നു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, സ്തോത്രം, കർത്താവേ, കാര്യങ്ങളൊക്കെ എങ്ങനാവും എന്ന് ചിന്തിക്കും. ഞാൻ കോട്ടയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, ഹോസ്പിറ്റലിൽ അപ്പനെയും കൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പന് വളരെ സൗഖ്യമില്ല. ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞു, മതി കേട്ടോ, എടുത്തു. കാരണം ഇങ്ങനെ ബ്ലഡ് ഒമിറ്റ് ചെയ്യുമോ, ഏകദേശം ഈ ഒരു കളറിലാണ് അപ്പൻ്റെ വയറ്റിൽ നിന്ന് ബ്ലഡ് പോരുന്നത്. ഞാനിങ്ങനെ തല വെച്ചവിടെ കിടന്നിട്ട് ഞാൻ പറഞ്ഞു, മതി കേട്ടോ, എടുത്തു. മക്കളെയും കണ്ടു, കൊച്ചുമക്കളെയും കണ്ടു, ഇത്രത്തോളം നടത്തി, മതി, എടുത്തോ എന്ന് പറഞ്ഞു. മനസ്സിനകത്ത് വല്ലാണ്ട് ഭാരമുണ്ട്. സ്തോത്രം. കയ്യിൽ പൈസയൊക്കെ കുറവാണ്. അപ്പോൾ ഉണ്ട് എൻ്റെ മക്കാമാലിക്ക് എന്നെ വിളിക്കുന്നു. ഭയ്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ആദ്യം വിളിച്ചിട്ട് കിട്ടി, എനിക്ക് എടുത്തിട്ട് സംസാരിക്കാൻ പറ്റി. രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞ്, എന്തുകൊണ്ട് അപ്പൻ എങ്ങനെ ഉണ്ട്? ഒന്നുമില്ല, നീ ഒരു മെസ്സേജ് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം ഹൈന്ദവനാണ്, ഇവിടുത്തെ ഡൽഹിക്കാരനാണ്, ഹിമാചലുകാരനാണ്. അപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ച് ഞാൻ നോക്കിയപ്പോൾ 5000 രൂപ പുള്ളി എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടേക്കുന്നു. ഞാൻ തിരിച്ചു വിളിച്ചു ചോദിച്ചു, ഭയ്യ നീ എന്തിനാ എനിക്ക് ഈ പൈസ ഇട്ടത്?
എൻ്റെ പൈസ ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാ, ഞാൻ നിന്നെ ബായി എന്ന് വിളിക്കുന്നുള്ളൂ, ഉസ്ക മത്തലബ് ക്യാ ഹൈ? ദൈവമക്കളെ, നമ്മൾ നേരെ നിന്നാൽ മതി. ഞാൻ ഈ സ്തോത്രം പുള്ളി എന്നോട് പലപ്പോഴും പറഞ്ഞിട്ട്, നീ ദേഷ്യപ്പെടുന്ന കണ്ടിട്ടില്ലല്ലോ, നിനക്ക് ദേഷ്യമില്ലേ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ പുള്ളിക്ക് അറിയത്തില്ലല്ലോ, പുള്ളിക്ക് കണ്ടിട്ടില്ലല്ലോ. സ്തോത്രം, പുള്ളിയുടെ അടുത്ത് വയ്യ വയ്യ എന്നല്ലേ വിളിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് സ്തോത്രം, നമ്മൾ ആരാണെന്ന് നമ്മളങ്ങ് തെളിയിച്ചു കൊടുക്കാൻ നമ്മൾ നിൽക്കേണ്ട, നമ്മൾ നേരെ നിന്നാൽ മതി. സ്തോത്രം, ഞാൻ പറഞ്ഞത് സ്തോത്രം, ഇത്രത്തോളം ദൈവം കൊണ്ടുവരുവാൻ, ഇത്രത്തോളം നടത്താൻ ഞാനും എൻ്റെ കുടുംബം, ദാവീദ് പറഞ്ഞ പോലെ ഒന്നുമില്ല കേട്ടോ, ഒരു യോഗ്യതയുമില്ല. സ്തോത്രം, ഞാനൊരു സാക്ഷ്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ. 2007 സ്തോത്രം, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്. കാരണം എൻ്റെ വീട്ടിലൊരു ഭൂതം ബാധിച്ചൊരു അമ്മാമ്മയും കൊണ്ട് വന്നപ്പോൾ അന്ന് രാത്രിയിൽ ഞാനും എൻ്റെ അപ്പനും അമ്മയും കൂടെ ഞങ്ങൾ ആരാധിച്ച് അന്ന് അഭിഷേകത്താൽ നിറഞ്ഞതാണ്. പിന്നീട് കയ്യിലിരിപ്പ് കൊണ്ട് അത് പോയി. അങ്ങനെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് പോയി. നിങ്ങൾ ചോദിച്ചാൽ 2007 തൊട്ട് കഴിഞ്ഞ സ്തോത്രം എൻ്റെ അളിയൻ്റെ ചർച്ചിൽ 21 സുവാസം നടക്കുമ്പോൾ അവിടെ 7 ദിവസം ഇരുന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടാൻ ഞാൻ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞു. അന്ന് 5-ാമത്തെ ദിവസം വ്യാഴാഴ്ച സക്കറിയ എന്ന് പറഞ്ഞ പാസ്റ്റർ അറിയാം, ആ ദൈവദാസൻ വന്നു. ഞാൻ അന്ന് അഭിഷേകത്താൽ നിറയുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കിന്ന് 43 വയസ്സുണ്ട്. ഈ 43 വയസ്സിനിടയ്ക്ക് കാണിച്ച എല്ലാ പരിപാടിയും ഓർമ്മയിലുള്ളത് ക്ഷമ പറയേണ്ടി വന്നു. കുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാം, 40 വർഷമൊന്നും പോകല്ലേ. പിന്നെ ഇത്രയും വർഷത്തെ കഴിഞ്ഞ 2007 തൊട്ട് ഇത്രയും ദിവസം ഞാൻ ക്ഷമ പറഞ്ഞിട്ടാണ് എനിക്ക് സാധനം കിട്ടിയത്. ഞാൻ തമാശ പറഞ്ഞല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. സ്തോത്രം, ഒരു പാല് തരുന്ന പാത്രം നമ്മുടെ വീട്ടിലെ മീൻകറി വെച്ച പാത്രത്തിൽ ആ പാലുകാരൻ തരുമോ? തരത്തില്ല. ആ പാത്രം ശുദ്ധമല്ലെന്നുണ്ടെങ്കിൽ പാല് തരത്തില്ല. കാരണം ആ പാല് തന്ന ആ പാല് തരുന്നവനാ കുഴപ്പം. പാത്രം ശുദ്ധമായിരിക്കണം. സ്തോത്രം, ഞാൻ കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകത്തിനിടണം. സ്തോത്രം, ഞാൻ നെടുമ്പാട് വീണി, രാത്രിയിൽ നിന്ന് പകലില്ല. ഞാൻ പറഞ്ഞു സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ നെടുമ്പാട് വീണ് ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിത് കിട്ടിയേ പറ്റും, ഇല്ലെങ്കിൽ ഞാനൊരു ദൈവദാസൻ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് സാന്നിധ്യമുണ്ട്, അതറിയാം, പക്ഷെ അതല്ലാതെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം, ഞാൻ പറഞ്ഞത് ദൈവമാണ് നിർത്തുന്നത്. സ്തോത്രം, എന്നെ ഇത്രത്തോളം നടത്തി. എല്ലാ സഭയോടും സ്തോത്രം, പ്രത്യേക ദൈവദാസനോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. കാരണം ദൈവദാസനോട് സ്തോത്രം, ഒരു പ്രാവശ്യം കൂടി എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ശരി സാക്ഷി പറഞ്ഞിരുന്നു.